എന്റെ പ്രിയപ്പെട്ടവരെ, നമ്രൂദ് എന്ന് പറയുന്ന ക്രൂരനായ ഭരണാധികാരിയുടെ തീക്കുണ്ടാരത്തിലേക്ക് 40 ദിവസത്തോളം ഉല്ലാസത്തിന് പോയിട്ട് ശരീരത്തിലെ ഒരു രോമം പോലും കരിയാതെ ആ തീക്കുണ്ടാരത്തിനകത്ത് നിന്ന് ഇബ്രാഹിം നബി തിരിച്ചു വന്ന ചരിത്രം അല്ലാഹുവിന്റെ ഖുർആൻ വെറുതെ പറയുന്നതല്ല. അത് പഠിക്കാനാ ചെറുപ്പക്കാരാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ആദ്യം ഉറക്കേണ്ടത് നിന്റെ വിശ്വാസമാണ്, ആദ്യം ഉറക്കേണ്ടത് നിന്റെ ഈമാനാണ്. പടച്ചവനെ, ആ വിശ്വാസം നമുക്ക് നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ടാണ് പടച്ച റബ്ബിന്റെ സഹായം നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത്. അതുകൊണ്ട് പ്രതീക്ഷയാണ് വേണ്ടത്. അല്ലാഹു ഒരിക്കലും നമ്മളെ കൈവിടൂല, അല്ലാഹു ഒരിക്കലും നമ്മളെ കൈവിടൂല. ജീവിതത്തിൽ ദുഃഖങ്ങളും ദുരിതങ്ങളും വേദനകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഇത് അല്ലാഹു നിന്നെ പരീക്ഷിക്കുന്നതിന് വേണ്ടി തരുന്നതാ. അല്ലാഹു നിന്റെ ഈമാൻ അളക്കുന്നതാണ്, നിന്റെ വിശ്വാസത്തെ പടച്ചവൻ അളക്കുന്നതാണ്. നിനക്ക് സ്വർഗം തരുന്നതിന് വേണ്ടിയാ. അല്ലാതെ വിവാഹം കഴിഞ്ഞു 15 കൊല്ലമായിട്ടും അല്ലാഹു നിനക്ക് മക്കളെ തരാത്തത് നിന്നോട് കോപമുള്ളത് കൊണ്ടല്ല, നിന്നെ വെറുപ്പുള്ളത് കൊണ്ടല്ല. ഉസ്താദേ, സ്വന്തമായിട്ട് എനിക്കൊരു വീടില്ലല്ലോ, ഏത് കച്ചവടം ചെയ്താൽ തകർന്നു പോവുകയാണല്ലോ. ഞാൻ നിസ്കരിക്കുന്നവനാട്, നോമ്പ് പിടിക്കുന്നവനാട്, സദഖ കൊടുക്കുന്നവനാട്, എല്ലാ നന്മകൾക്കും മുൻപന്തിയിൽ നിൽക്കുന്നവനാട്. എന്നിട്ടും അല്ലാഹു എനിക്ക് ക്യാൻസർ തന്നല്ലോ, എനിക്ക് ട്യൂമർ തന്നല്ലോ. ഞാൻ കിടന്ന കിടപ്പിൽ കിടന്നു മലമൂത്ര വിസർജനം നടത്തുന്ന അവസ്ഥയിലേക്ക് വന്നല്ലോ. അല്ലാഹുവിൻ എന്നെ വെറുപ്പാടെന്ന് പറയില്ലേ. പടച്ചവന് നിന്നെ വല്ലാത്ത ഇഷ്ടമുള്ളത് കൊണ്ടാ. അല്ലാഹു സ്നേഹിച്ചാൽ എങ്ങനെയാണ്, അല്ലാഹു സ്നേഹിച്ചാൽ എങ്ങനെയാ. അല്ലാഹുവിനൊരു മനുഷ്യനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ അല്ലാഹു വലിയ പരീക്ഷണങ്ങൾ കൊടുക്കുമെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു തന്നെ പറയുന്നുണ്ട്, വലനബുലുമന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖസിൻ മിനൽ അംവാൽ വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരി സ്വാബിരീൻ الذين إذا أصابتهم مصيبة قالوا إنا لله وإنا إليه راجعون. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടെന്ന് പറയുമ്പോ അല്ലാഹു പരീക്ഷിക്കുമെന്ന് പറഞ്ഞല്ലോ. ഭയം കൊടുത്ത് പരീക്ഷിക്കുകയാണ്, സാമ്പത്തിക നഷ്ടം കൊടുക്കുകയാണ്, രോഗങ്ങൾ കൊടുക്കുകയാണ്, മരണങ്ങൾ കൊടുക്കുകയാണ്. ഇതുപോലെ പടച്ച റബ്ബ് പരീക്ഷിക്കുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നോടും നിങ്ങളോടും പറഞ്ഞു തരുമ്പോ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്ന, ഒരിക്കലും നിങ്ങൾ പതറരുത്, ഒരിക്കലും നിങ്ങൾ തളരരുത്. എത്ര വലിയ പ്രയാസം വന്നാലും ഇല്ലാ യളമൽ ജസാ മഅ യളമൽ ബലാ. ഒരു ദുഃഖത്തിന്റെ പിറകിൽ ഒരു സന്തോഷമുണ്ടെന്നാ, ഒരു ദുഃഖത്തിന്റെ പിറകിൽ ഒരു സന്തോഷമുണ്ടെന്നാ. അതുകൊണ്ട് ഈമാനാണ് ഉറക്കേണ്ടത്. ഈമാൻ ഉറയ്ക്കാനുള്ള വഴി എന്തെന്നറിയുമോ? ജീവിതത്തിൽ താങ്ങാൻ കഴിയാത്ത വേദനകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഈ ജീവിതമൊന്ന് അവസാനിപ്പിച്ചാ മതിയായിരുന്ന പടച്ചവര്, മരിക്കാൻ തോന്നുന്ന ചില സമയമുണ്ടല്ലോ. ഇന്ന് രാവിലെ പത്രമെടുത്ത് നോക്കിയപ്പോ എന്റെ വീടിന്റെ പരിസരത്താണ് ഒരു കുടുംബത്തിന് 5 പേര് ആത്മഹത്യ ചെയ്തത്. പടച്ചവനെ, മുസ്ലിം സമുദായത്തിൽ ആത്മഹത്യ വല്ലാതെ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാ. നേരത്തെ മുസ്ലിം സമുദായത്തിൽ ആത്മഹത്യയില്ലായിരുന്നു. ഈ അടുത്ത കാലമായിട്ട് നമ്മുടെ സമുദായത്തിൽ ആത്മഹത്യ വല്ലാതെ വർദ്ധിക്കുകയാണ്. ജീവിതത്തിലെ രോഗം വരുമ്പോ, തീരുവതാ രോഗങ്ങൾ വരുമ്പോ പിടിച്ചു നിൽക്കാൻ കഴിയാതെ ആത്മഹത്യ ചെയ്യുന്നവര്, കടങ്ങൾ വരുമ്പോ, കച്ചവടം നഷ്ടത്തിലാകുമ്പോ, അഭിമാനത്തിന് ക്ഷതം വരുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, മരിക്കാൻ തോന്നുന്ന സമയത്ത് എന്തു ചെയ്യണമെന്നറിയുമോ? ഈ പറയുന്ന ദിക്ർ നിങ്ങൾക്കൊരു 3 പ്രാവശ്യം പറയാൻ കഴിയുമോ? ജീവിതത്തിന് എത്ര വലിയ പ്രയാസമാകട്ടെ, പടച്ചവനെ, ജീവിതം അവസാനിപ്പിക്കണം, എനിക്കും മരിക്കണം പടച്ചവര് എന്ന് തോന്നുന്ന ഒരു സമയം വരുമ്പോ എന്തു ചെയ്യണമെന്നറിയുമോ? ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഈ പറയുന്ന ദിക്ർ 3 പ്രാവശ്യം പറഞ്ഞാ മതി.
ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ. ഈ പറയുന്ന ദിക്ർ സമാധാനത്തോടെ ഒരു മിനിറ്റ് നീയൊന്നും മിണ്ടാതെ ഇരുന്ന് അല്ലാഹുവേ മനസമാധാനത്തോടെ ഒരു 3 പ്രാവശ്യം ഇത് പറഞ്ഞ പടച്ചവനെ നിനക്ക് മനസമാധാനം വരികയാണ്, നിന്റെ മനസ്സിനൊരു സമാധാനം കിട്ടുകയാ. ഇത് ഞാൻ പറഞ്ഞു തന്നതല്ല, അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ. ആയിഷ ബീബിയുടെ ചരിത്രം അറിയുമല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയെ കുറിച്ച് മഹാനായ സൗബാ റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ പ്രവാചകന്റെ ഭാര്യയായ ആയിഷ ബീബിയെ കുറിച്ചും ബദരീങ്ങളിൽപ്പെട്ട സ്വഹാബിയാണ് സൗബാർ. ഈ സ്വഹാബിയെ കുറിച്ച് ഇവർ രണ്ടുപേരും തമ്മിൽ ശാരീരികമായി വ്യഭിചരിച്ചു എന്ന് പറഞ്ഞ ആരോപണം നടക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യയെ കുറിച്ചാണ് പറയുന്നത്. എവിടെ നോക്കിയാലും പടച്ചവന് ആയിഷ ബീവിയെ കുറിച്ചുള്ള ചർച്ചകളാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് കേട്ട് മടുക്കുകയാണ്. എവിടെ നോക്കിയാലും ആയിഷ ബീവിയെ കുറിച്ചാണ് പറയുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കറിയാ ആയിഷ തെറ്റ് ചെയ്തിട്ടില്ലെന്ന്, പലർക്കും അറിയാ തെറ്റ് ചെയ്തിട്ടില്ലെന്ന്. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയെ കുറിച്ച് എവിടെ നോക്കിയാലും പറയുന്നത് കേട്ടപ്പോ അല്ലാഹുവിന്റെ പ്രവാചകനെ വീടിനകത്തേക്ക് കടന്നു വന്നിട്ട് പറഞ്ഞു, ആയിഷ കുറച്ചു ദിവസം നീ നിന്റെ വീട്ടിലേക്ക് പോയി നിൽക്ക ആയിഷ. ഒരു സമാധാനത്തിന് വേണ്ടി അല്ലാഹുവിന്റെ പ്രവാചകൻ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയെ തന്റെ വീട്ടിലേക്ക് പറഞ്ഞു വിടുകയാ. പടച്ചവനെ ആയിഷ ബീബിക്ക് വല്ലാത്ത വിഷമമായി. അല്ലാഹുവിന്റെ റസൂൽ വീട്ടിൽ നിന്ന് തന്റെ വീട്ടിലേക്ക് പറഞ്ഞു വിടുകയാണ്. മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ആയിഷ ബീബിയുടെ പിതാവാ തന്റെ പൊന്നാര മകളുടെ ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് വിളിച്ചു കൊണ്ടുപോകുന്നതിന് വേണ്ടി കടന്നു വരുമ്പോ തന്റെ പിതാവിന്റെ മുന്നിലേക്ക് ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ കടന്നു ചെന്നിട്ട് അവിടെന്ന് പറയുന്നു, വാപ്പാ ഞാൻ അല്ലാഹുവിന്റെ പ്രവാചകന്റെ ഭാര്യ, ഞാൻ അങ്ങനെ ചെയ്യുമെന്ന് ഉപ്പയ്ക്ക് തോന്നുന്നുണ്ടോ? അബൂബക്കർ തങ്ങളൊന്നും മിണ്ടിയില്ല. പടച്ചവനെ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ തന്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ 9.5 മാസക്കാല ഗർഭം ചുമന്ന് മരണവേദനയുടെ വേദനയും നൊന്ത് പ്രസവിച്ച തന്റെ പ്രിയപ്പെട്ട മാതാവ്, തന്റെ പൊന്നുമക്കളുടെ കണ്ണ് നിറഞ്ഞാൽ സഹിക്കാൻ കഴിയാത്ത മാതാവ്, ആ പ്രിയപ്പെട്ട മാതാവിന്റെ ചാരത്ത് ചെന്ന് കെട്ടിപ്പിടിച്ചുകൊണ്ട് ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ എല്ലാവരും പറയുന്നത് കള്ളമാണ്, അവര് തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്, എന്റെ ഭാഗത്ത് തെറ്റില്ലെന്ന് പറഞ്ഞ് ആയിഷ ബീബിയുടെ പ്രിയപ്പെട്ട മാതാവിനോട് പറയുമ്പോ ഉമ്മ പറഞ്ഞു, ആയിഷ തെളിവുകൾ നിനക്ക് എതിരാണ് ആയിഷ. പെങ്ങളെ, നിന്നെ പോലെ 20, 25, 30, 40 വയസ്സോ ആയിഷ ബീബിക്കില്ല. അന്ന് ചെറിയ പ്രായമാണ്. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ വീടിനകത്തേക്ക് കയറുകയാണ്. വീട്ടുകാര് മാത്രമല്ല, അതാ അയൽവാസികൾ മാത്രമല്ല, ഒരു നാട് മുഴുവനും തെറ്റുകാരിയാണെന്ന് അവിടെ നിന്ന് പറയുമ്പോ ആ പിന്നപ്പെട്ട ചെറുപ്രായക്കാരിയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ വീടിന്റെ അകത്ത് കയറുകയാണ്. നരമ്പ് മുറിച്ചില്ല, അവിടെ ആത്മഹത്യ ചെയ്തില്ല. ആയിഷ ബീബി പടച്ചവനെ വീടിന്റെ അകത്ത് കഴിയുകയാണ്. ഓരോ ദിവസവും രാവിലെയാകുമ്പോ സുബഹി നമസ്കാരം കഴിയുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ വരുന്നു എന്ന് വാതിലിൽ വന്ന് നോക്കുകയാണ്. ഓരോ ദിവസവും ആയിഷ ബീബി വന്ന് നോക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകൻ വരുന്നുണ്ട്. ആയിഷ ബീബി മടങ്ങുകയാണ്. ദിവസങ്ങൾ കഴിഞ്ഞു. അല്ലാഹുവേ, ഒരു ദിവസം മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സുബഹി കഴിഞ്ഞ് ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ നോക്കിയിരിക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകനെ ചിരിക്കുന്ന മുഖത്തോടെ വീട്ടിലേക്ക് കടന്നു വരികയാ. ആയിഷ ബീബിക്ക് വല്ലാത്ത സന്തോഷമായി ഇറങ്ങി ഓടുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നു ചെന്നു. യാ റസൂലല്ലാഹ്,
അല്ലാഹുവിന്റെ നബിയേ, ഞാൻ നിരപരാധിയാണെന്ന് അല്ലാഹു പറഞ്ഞോ നബിയേ, അല്ലാഹു പറഞ്ഞോ നബിയേ. ജിബ്രീൽ ഖുർആനിന്റെ ആയത്തുമായിട്ട് വന്നോ നബിയേ. അല്ലാഹുവിന്റെ റസൂല് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറഞ്ഞു കൊടുത്തു, ആയിഷ നീ നിരപരാധിയാണെന്ന് അല്ലാഹു പറഞ്ഞിരിക്കുകയാ. ജിബ്രീൽ വഹിയുമായിട്ട് വന്നു, അല്ലാഹുവിന്റെ ഖുർആനിൽ ആയത്തിറങ്ങി. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയ്ക്ക് വല്ലാത്ത സന്തോഷമാണ്. അവിടെന്ന് ആയിഷ ബീബി പറഞ്ഞു, നബിയേ എനിക്ക് ഉറപ്പായിരുന്നു നബിയേ, ഏഴാകാശം കടന്ന് ജിബ്രീൽ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുമായി ഇറങ്ങി വരുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ ഇങ്ങനെ ഉറപ്പോടെ പറയുന്നത് കേട്ടപ്പോ റസൂലുള്ളാഹി ചോദിക്കുന്നു, ആയിഷ ഇത്രയും ദിവസം നീ എങ്ങനെയാ ജീവിച്ചിരുന്നത്? ഇത്രയും ദിവസം നീ എങ്ങനെയാണ് നിന്റെ മനസ്സിനെ പിടിച്ചിടത്തിയിരുന്നത്? ആയിഷ, ഖുർആനിന്റെ ആയത്തുമായി ജിബ്രീൽ വരുമെന്ന് ഇത്ര ഉറപ്പോടെ പറയുന്നത് എന്തേ ആയിഷ? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, നബിയേ ജിബ്രീൽ വരുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു, അല്ലാഹു എന്നെ സഹായിക്കുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. എങ്ങനെയാ ആയിഷ നീ ഇത്രയും ദിവസം പിടിച്ചു നിന്നത്? നീ ഇത്ര ഉറപ്പായിട്ട് പറയാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചപ്പോ മഹദിയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, നബിയെ നിസ്കാരപ്പായിരുന്നിട്ട് എൻ്റെ മനസ്സ് തകരുമ്പോൾ ഞാൻ പറഞ്ഞത് ഹസ്ബുനല്ലാ ഹസ്ബുനല്ലാ, ഈ ദിക്റാണ് നബിയെ ഞാൻ പറഞ്ഞത്. എൻ്റെ മനസ്സ് തകരുമ്പോൾ എല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തിയപ്പോൾ, ഞാനൊരു മോശക്കാരിയാണെന്ന് എല്ലാവരും പറഞ്ഞു പരത്തിയപ്പോ ഞാൻ പിടിച്ചു നിന്നത് ഹസ്ബുനല്ലാ എന്ന് പറയുന്ന ദിക്റ് പറഞ്ഞിട്ടാണെന്ന് മഹദിയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു കൊടുത്തെന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ താങ്ങാൻ കഴിയാത്ത വേദന വരുമ്പോൾ, ഈ ജീവിതം ഒന്ന് അവസാനിപ്പിക്കണമെന്ന് തോന്നുമ്പോൾ ഈ ദിക്റ് നിങ്ങളൊരു 3 പ്രാവശ്യം പറഞ്ഞു നോക്ക്. ജീവിതത്തിൽ അത് അനുഭവിക്കാൻ കഴിയും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിനെ കുറിച്ചൊരു നല്ല ഭാവന വേണം. അള്ളാഹു നമ്മളെ കൈവിടില്ല എന്നുള്ള ഒരു വിശ്വാസം വേണം. അത് ജനങ്ങൾ എന്തു പറയുന്നു അതിനെക്കുറിച്ച് നമ്മൾ നോക്കരുത്. ജനങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. അള്ളാഹുവിൻ്റെ തൃപ്തിയാണ് നമുക്ക് വേണ്ടത്. അത് എന്തുമാകട്ടെ, എത്രയോ ചരിത്രങ്ങൾ നമുക്ക് പഠിക്കാൻ കഴിയുന്നു.